ക്ലാസ് 2 ഇന്റഗ്രേഷൻ ഡേ 1 ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പ്രവർത്തനം 1, കാട്ടിലെ ഉത്സവം. പൂത്തുലഞ്ഞ ചെടികൾ, വൻമരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, എങ്ങും പച്ചപ്പ്, തേൻ നുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, പാട്ടുപാടിയൊഴുകുന്ന അരുവികൾ, വലിയ മലകൾ. മാമലക്കാട്ടിൽ ജീവികൾ ഒത്തുകൂടി. വനത്തിൽ ഉത്സവം നടത്തണം, ആന പറഞ്ഞു. അതു കേട്ട് സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കി. എല്ലാവരെയും അറിയിക്കണം, കുരങ്ങൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. കാട് അലങ്കരിക്കണം, തത്തമ്മ ചിലച്ചു. എല്ലാവർക്കും സദ്യ ഒരുക്കണം, കരടിച്ചേട്ടൻ ഉറക്കെ പറഞ്ഞു. എല്ലാം ചെയ്യാം, പക്ഷേ മത്സരങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണം. ആനച്ചേട്ടൻ കൊമ്പു കുലുക്കി പറഞ്ഞു. ഞാൻ പാട്ടുപാടാം, കുയിൽ കുണുങ്ങി. ഞാൻ നൃത്തം ചെയ്യാം, മയിൽ താളം ചവിട്ടി. ഓട്ട മത്സരത്തിൽ സമ്മാനം എനിക്ക് തന്നെ, മുയൽ വീമ്പടിച്ചു. ആമ മുയലിനെ നോക്കി പതുക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആമ മുയലിനെ നോക്കി പതുക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഇനി ഓരോരോ ചോദ്യങ്ങൾ നോക്കാം, അതിന്റെ ഉത്തരം കണ്ടെത്താം കേട്ടോ. ആദ്യത്തെ ചോദ്യം, മാമലക്കാടിന്റെ ഭംഗിയെ കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ എഴുതുക. തുടക്കത്തിൽ തന്നെ മാമലക്കാടിന്റെ ഭംഗിയെ വിവരിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ? പൂത്തുലഞ്ഞ ചെടികൾ, വൻ മരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, എങ്ങും പച്ചപ്പ്, തേൻ നുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, വലിയ മലകൾ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാമലക്കാടിനെ വർണ്ണിച്ചുകൊണ്ടാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക കേട്ടോ. അപ്പൊ ഒന്നുമില്ലെങ്കിൽ പൂത്തുലഞ്ഞ ചെടികൾ, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, ഏതെങ്കിലും അങ്ങനത്തെ 2 എണ്ണം എഴുതുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, സിംഹരാജൻ സന്തോഷത്തോടെ തല കുലുക്കിയത് എന്തിനാ തല കുലുക്കിയത്? വനത്തിലെ ഉത്സവം നടത്തണം എന്ന് ആന പറഞ്ഞത് കേട്ടപ്പോഴല്ലേ. അപ്പൊ അത് എഴുതുക കേട്ടോ. വനത്തിൽ ഉത്സവം നടത്തണം എന്ന് ആന പറഞ്ഞതു കേട്ടപ്പോൾ എന്ന് എഴുതുക കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, കാട് എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരുന്ന പദം ഏത്? ഇവിടെ കാട് എന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിച്ച പദം ഏതാണ്? വനം അല്ലെ. വനത്തിൽ ഉത്സവം നടത്തണം എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിൽ ഉത്സവം നടത്തണം എന്നല്ലേ. വനം എന്നാണ് അല്ലെ. നാലാമത്തെ ചോദ്യം, എല്ലാവർക്കും സദ്യ ഒരുക്കണം എന്ന് പറഞ്ഞത് ആരാ അങ്ങനെ പറഞ്ഞത്? കരടിച്ചേട്ടനാണ് അല്ലെ. അപ്പൊ കരടിച്ചേട്ടൻ എന്ന് എഴുതുക കേട്ടോ. ആമ മുയലിനോട് പതുക്കെ പറഞ്ഞത് എന്തായിരിക്കും ആമ മുയലിനോട് പറഞ്ഞിട്ടുണ്ടാവുക? ഓട്ട മത്സരത്തിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് എന്നായിരിക്കാം അല്ലെ. നമുക്കറിയാലോ, ആമയും മുയലും കൂടി ഓട്ട മത്സരം നടത്തിയിട്ട് ആരാണ് വിജയിച്ചത്? ആമയല്ലേ. അപ്പൊ അതായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ, ഞാനും ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് എന്നായിരിക്കാം. പ്രവർത്തനം 2, നോട്ടീസ് തയ്യാറാക്കാം. കാട്ടിലെ ഉത്സവത്തിന് വിവിധ മത്സരങ്ങൾ നടത്തുന്നു, അത് അറിയിക്കുന്നതിനുള്ള നോട്ടീസ് തയ്യാറാക്കുക. അപ്പൊ സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്, അരയാലിൻ ചുവട് മാമലക്കാട്. തീയതി തന്നിട്ടുണ്ട് 31/3/2026 ചൊവ്വ. സമയം രാവിലെ 10 മണി മുതൽ. കാട്ടിലെ ഉത്സവം നടക്കുന്നത് അറിയിക്കുന്നതിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അതിനൊരു തലക്കെട്ട് വേണം അല്ലെ. അപ്പൊ കാട്ടിലെ ഉത്സവം എന്ന് എഴുതാം, അല്ലെങ്കിൽ കാനനോത്സവം 2026. അതിന്റെ ചുവട് നമ്മൾ സ്ഥലം എഴുതണം, അരയാലിൻ ചുവട് മാമലക്കാട് എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്നാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്, എന്നാണ് ഈ കാനനോത്സവം നടക്കുന്നത്, അതിന്റെ തീയതി ചുവട് എഴുതണം. നമുക്ക് തന്നിട്ടുണ്ട് 31/3/2026. അതിനുശേഷം സൈഡിലായിട്ട് നമ്മള് സ്ഥലവും നോട്ടീസ് അടിക്കുന്നതിന്റെ ഡേറ്റും കൂടി കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്കറിയാം 31/3/2026 ഈ കാനനോത്സവം നടക്കുന്നത്. നമ്മൾ നോട്ടീസ് തയ്യാറാക്കപ്പളാ അതിന് തൊട്ട് മുന്നേ അല്ലേ ഉണ്ടാവുക. അപ്പൊ 31/3/2026 മുമ്പേ ഉള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ മാമലക്കാട് 20/2/2026 എന്ന് കൊടുക്കാം. പിന്നെ നമ്മള് അഭിസംബോധന ചെയ്യണം, അതായത് മാന്യരെ അല്ലെങ്കിൽ പ്രിയരെ എന്ന് കൊടുക്കണം കേട്ടോ. അപ്പൊ മാന്യരെ എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ എഴുതാം കേട്ടോ. എങ്ങനെ എഴുതുക? നമ്മുടെ മാമലക്കാട്ടിൽ 31/3/2026 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ കാനനോത്സവം എന്ന പേരിൽ കാട്ടിലെ മൃഗങ്ങൾക്കു വേണ്ടി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കമ്മിറ്റിക്ക് 28/2/2026 മുൻപ് പേര് നൽകേണ്ടതാണ്. കാനനോത്സവത്തിന് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു എന്ന്
പ്രസിഡന്റ്, കാനനോത്സവം കമ്മിറ്റി. അപ്പൊ നമ്മള് കാനനോത്സവം എന്ന പേരില് കാട്ടിലെ മൃഗങ്ങൾക്ക് വേണ്ടി വിവിധ മത്സരങ്ങൾ നടത്തുന്നു എന്ന് ആദ്യം കൊടുക്കുക. മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ ഈ ഒരു തീയതിക്ക് മുൻപേ പേര് നൽകണം എന്നുള്ളത് കൊടുക്കുക കേട്ടോ. എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തുക. ഇങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത് കേട്ടോ. പ്രവർത്തനം 3 വന്നതെങ്ങനെ. കാട്ടിലെ കൂട്ടുകാർ മത്സരത്തിന് വന്നു ചേർന്നു. ഓരോരുത്തരും വന്നതെങ്ങനെ. ഇപ്പൊ കാട്ടിലെ മത്സരത്തിനായിട്ട് ഓരോരുത്തരും വന്നു. അപ്പൊ ഓരോ മൃഗങ്ങളും എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം മൃഗങ്ങൾ എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുക. ചിലത് ഇഴയുന്നവ ഉണ്ട്, ചിലത് പറക്കുന്നവ ഉണ്ട്, ചിലത് നീന്തുന്നവ ഉണ്ട്, ചിലത് നടക്കുന്നവയുണ്ട്. ഇവിടെ നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മൃഗങ്ങളുടെ. ഈ മൃഗങ്ങള് എങ്ങനെയൊക്കെയാണ് വന്നു ചേർന്നത് എന്നുള്ളത് പട്ടികപ്പെടുത്താനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇഴഞ്ഞു വന്നവർ എന്നുള്ളത് തന്നിട്ടുണ്ട്. ആദ്യത്തെ ആന എന്ന് തന്നിട്ടുണ്ട്. ആന നമുക്കറിയാം നടക്കുന്നവയിൽ പെടുന്നതാണ്. അപ്പൊ നമ്മള് തലക്കെട്ടായിട്ട് എന്താ എഴുതുക? നടന്നു വന്നവർ എന്ന് എഴുതുക കേട്ടോ. അടുത്തതിൽ നമുക്ക് ഇഴഞ്ഞു വന്നവർ എന്ന് തന്നിട്ടുണ്ട്. അവസാനത്തതിൽ നോക്കുക, കുയിൽ എന്നാണ് തന്നിരിക്കുന്നത്. കുയിൽ എന്ന് നമുക്കറിയാം പറന്നു വന്നവയിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ തലക്കെട്ടായിട്ട് എന്ത് എഴുതണം? പറന്നു വന്നവർ എന്ന് എഴുതണം കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാ എഴുതേണ്ടത്? ആദ്യം നടന്നു വന്നവർ, പിന്നെ ഇഴഞ്ഞു വന്നവർ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് പറന്നു വന്നവർ, അങ്ങനെ എഴുതുക കേട്ടോ. ഇനി തന്നിരിക്കുന്ന മൃഗങ്ങളില് നടന്നു വന്നവര് ഏതൊക്കെയാണെന്ന് നോക്കുക, എന്നിട്ട് എഴുതുക കേട്ടോ. നമുക്കറിയാം കഴുത നടന്നു വന്നവയിൽ പെടുന്നതാണ്. അടുത്തത് ജിറാഫ് അല്ലെ. ഇത് രണ്ടും ഇവിടെ എഴുതുക കേട്ടോ. നടന്നു വന്നവർ എന്നതില് കഴുത എന്നും ജിറാഫ് എന്നും എഴുതുക. അടുത്തത് ഇഴഞ്ഞു വന്നവർ എന്നതിൽ ആമ തന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് എന്ത് എഴുതാം? പാമ്പ് എഴുതാം. പിന്നെ ഒച്ചും തന്നിട്ടുണ്ട് അല്ലെ ചിത്രത്തില്. അപ്പൊ അതെടുത്ത് എഴുതുക കേട്ടോ. അടുത്തത് പറന്നു വന്നവർ എന്നതില് കുയിൽ തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന ചിത്രത്തില് ഏതൊക്കെയാണ് പറന്നു വന്നവരിൽ പെടുക? പരുന്ത്, പിന്നെ തത്ത. പ്രവർത്തനം 4 ഇലകൾ ഇലകൾ. മത്സരത്തിന് വന്നവരെല്ലാം ആഹാരം കഴിച്ചു. ആന ഓലയും മാൻകുഞ്ഞ് ഇളം പുല്ലും കഴിച്ചു. നാം ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ഇലകളുടെ പേരെഴുതുക. അപ്പൊ ഇവിടെ താഴെ കുറച്ച് ഇലകൾ തന്നിട്ടുണ്ട്. ആ ഇലകളുടെ എല്ലാം പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ഇലകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആ ഇലകളുടെ പേരെഴുതാനാണ്. അപ്പൊ ആദ്യത്തെ ഇല എന്താ? അത് മുരിങ്ങ ഇലയാണ് അല്ലെ. അപ്പൊ മുരിങ്ങ ഇല എന്ന് എഴുതാം. അടുത്തത് ചീരയല്ലേ, അപ്പൊ ചീര എന്ന് എഴുതുക. അടുത്തത് മത്തന്റെ ഇലയാണ് അല്ലെ. അപ്പൊ മത്തൻ ഇല എന്ന് എഴുതുക. അടുത്തത് ചേമ്പിലയാണ്, ചേമ്പില എന്ന് എഴുതുക കേട്ടോ. അടുത്തത് എന്താണ്? കറിക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന ഇലകളുടെ പേരെഴുതുക. ഏതൊക്കെ ഇലകളാണ് നമ്മൾ കറിക്ക് രുചിയും മണമൊക്കെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? കറിവേപ്പില ഉണ്ട്, മല്ലിച്ചപ്പ് അല്ലെ. അപ്പൊ അത് രണ്ടും എഴുതാം കേട്ടോ. കറിവേപ്പില, മല്ലിച്ചപ്പ്. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലുപ്പമുള്ള ഇലയുടെ പേരെഴുതുക. അപ്പൊ നമ്മളുടെ കൈപ്പത്തിയെക്കാട്ടിലും വലുപ്പമുള്ള ഇലയുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് മത്തനില എഴുതാം, ചേമ്പില എഴുതാം, വാഴയില എഴുതാം. അതിലത്തെ ഏതെങ്കിലും ഒന്നിന്റെ പേര് എഴുതുക കേട്ടോ. പ്രവർത്തനം 5 ഞാൻ ആര്. കടങ്കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് മാൻകുഞ്ഞിനാണ്. കടങ്കവിതകളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. നമുക്ക് കുറച്ച് കടങ്കവിതകൾ തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തെ, ചറപ്പറ ചറപ്പറ വീഴുന്നു, മാനത്തൂന്നും വീഴുന്നു, മണ്ണിന് കുളിര് മനസ്സിന് കുളിര്, ഭൂമിക്കാകെ പച്ചപ്പ്. മാനത്ത് നിന്നും ചറപ്പറ ചറപ്പറ എന്ന് വീഴുന്നതും മണ്ണിനും മനസ്സിനുമൊക്കെ കുളിര് നൽകുന്നതും ഭൂമിക്ക് പച്ചപ്പ് നൽകുന്നതുമായത് എന്താ? മഴയാണ് അല്ലെ. അപ്പൊ മഴ എന്ന് എഴുതുക കേട്ടോ. അടുത്തത്, പായും വണ്ടി പറക്കും വണ്ടി, ചീറും വണ്ടി ചിറകുള്ള വണ്ടി, മാനത്തൂടെ ചന്തത്തിൽ പക്ഷി കണക്കെ പറക്കും ഞാൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? മാനത്തൂടെ പക്ഷിയെ പോലെ പറക്കുന്ന ചിറകുള്ള വണ്ടി ഏതാണ്? വിമാനമാണ് അല്ലെ. ഇപ്പൊ വിമാനം എന്ന് എഴുതുക കേട്ടോ. മൂന്നാമത്തത്, മഞ്ഞപ്പൂവിൻ ഉള്ളിൽ നിന്നും നീണ്ടും ഉരുണ്ടും വന്നോ ഞാൻ, ഉള്ളിൽ നിറയെ വിത്തും പേറി ചാരം തേച്ചു വെളുത്തോ ഞാൻ. അതേത് പച്ചക്കറിയാ? മഞ്ഞപ്പൂവിൽ നിന്നിട്ട് ആദ്യം നീണ്ടിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞിട്ടാണ് എന്താണ്? ഉരുണ്ടിട്ടാവുന്നത്. ഉള്ളിൽ നിറയെ വിത്തുള്ളതും വെള്ള പൂശിയിട്ടുള്ള ഏത് പച്ചക്കറിയാണ്? കുമ്പളങ്ങയാണ് അല്ലെ. അടുത്തത്, ചിത്രത്തിന് യോജിച്ച കടങ്കവിത എഴുതുക എന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന ചിത്രം നക്ഷത്രത്തിന്റെയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കടങ്കവിത എഴുതാം. എന്താ എഴുതാൻ പറ്റുക? മിന്നി മിന്നി തിളങ്ങുന്നു, രാത്രിയിൽ മിന്നി തിളങ്ങുന്നു, മാനത്ത് വെട്ടം കണ്ണിനു വെട്ടം, മാനത്താകെ വെള്ളി വെളിച്ചം. അങ്ങനെ എഴുതാം കേട്ടോ.